നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു മാസത്തെ പെൻഷൻ വൈകിയ അപ്പ വാർത്തയാണ്. വാർത്ത കൊടുക്കലും കൊടുക്കാതിരിക്കലും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്താണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷൻ പരിപാടി? നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷൻ പരിപാടിയെ കുറിച്ച് ചിലത് പറയാതിരിക്കാൻ പറ്റില്ല. 1980 ആദ്യമായി കേരളത്തിൽ ഈ ക്ഷേമ പെൻഷൻ സമ്പ്രദായം, അത് കർഷക തൊഴിലാളി പെൻഷൻ എന്ന പേരിൽ നടപ്പാക്കുന്നത്. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു, നായനാർ സർക്കാരായിരുന്നു. 45 രൂപയായിരുന്നു പെൻഷൻ. പക്ഷേ അന്ന് കോൺഗ്രസ് ഈ പെൻഷനെതിരെ കേരളത്തിൽ ഉടനീളം സമരം ചെയ്തിരുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് ആ കോൺസെപ്റ്റിനോട് ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. കർഷകർക്ക് എന്തിനാണ് പെൻഷൻ എന്നായിരുന്നു കോൺഗ്രസ് ചോദിച്ചത്. 1982 കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അവർ 1 രൂപ പോലും ഈ പെൻഷനിൽ നിന്ന് കൂട്ടിയിട്ടില്ല. പിന്നെങ്ങനെയാ ഈ 45 രൂപ പെൻഷൻ 1600-ലെത്തിയത്? അപ്പൊ നമ്മൾ കരുതും ഈ 1600 രൂപ കാലാകാലങ്ങളായി വന്ന സർക്കാരുകളൊക്കെ കൂട്ടിയതാണ്. പക്ഷേ വസ്തുത അങ്ങനെയല്ല. പറയുമ്പോ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. കൂട്ടിയത് മുഴുവനും കാലാകാലങ്ങളായി വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ തന്നെയാണ്. കോൺഗ്രസ് കൂട്ടിയിട്ടുണ്ട്, പക്ഷെ കൂട്ടിയത് ആകെ 100 രൂപയാണ്. 45 രൂപയായിരുന്ന പെൻഷൻ 120 വരെ ആക്കിയത് നായനാർ സർക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആന്റണി സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്നത്. പക്ഷെ 28 മാസത്തെ കുടിശ്ശിക വരുത്തിയിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. ആ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർത്തത് പിന്നെ വന്ന VS സർക്കാരാണ്. VS അച്യുതാനന്ദൻ സർക്കാർ ആ കുടിശ്ശിക തീർത്തു മാത്രമല്ല, 120 രൂപയുണ്ടായിരുന്ന പെൻഷൻ 500 രൂപയാക്കി മാറ്റുകയും ചെയ്തു. പിന്നെ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 500 എന്നത് കൂട്ടി 600 രൂപയാക്കി എന്നത് സത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആകെ കോൺഗ്രസ് സർക്കാർ ക്ഷേമ പെൻഷനിൽ 100 രൂപയുടെ സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ പെൻഷന്റെ കുടിശ്ശിക എത്രയെന്നറിയോ? അത് 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. പിണറായി സർക്കാർ വന്നിട്ട് ഈ 18 മാസത്തെ കുടിശ്ശിക തീർത്തു എന്ന് മാത്രമല്ല, 600 രൂപയായിരുന്ന പെൻഷൻ ഇപ്പൊ കിട്ടുന്ന 1600 ആക്കി മാറ്റുകയും ചെയ്തു. ഇനി പെൻഷൻ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാലോ? UDF ആയിരുന്നപ്പോ പെൻഷൻ 34 ലക്ഷം പേർക്കാണ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ LDF ആയപ്പോ അത് 60 ലക്ഷം പേരായി. അപ്പോ 60 മാസം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ 18 മാസത്തെ പെൻഷൻ കൊടുക്കാതിരുന്നിട്ടാണ് ഇറങ്ങിയത് എന്ന് എത്ര പേർക്കറിയാം? ഇന്ന് കിട്ടുന്ന 1600 രൂപ പെൻഷനിൽ 1500 രൂപയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചപ്പോൾ ഉള്ളതാണെന്ന് എത്ര പേർക്കറിയാം? വെറും 100 രൂപയാണ് 1982 മുതൽ 2025 വരെയുള്ള സമയത്ത് കോൺഗ്രസ് വർദ്ധിപ്പിച്ച തുക എന്ന് എത്ര പേർക്കറിയാം? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 34 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ 62 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നതെന്ന് എത്ര പേർക്ക് അറിയാം? കുടിശ്ശികയും കൊടുത്തു തീർത്ത് പിന്നെ അത് ഘട്ടം ഘട്ടമായി 600 രൂപ പെൻഷനാക്കി 1600 രൂപയാക്കി വർദ്ധിപ്പിച്ച് ആകെ 78 മാസത്തെ പെൻഷനും വിതരണം ചെയ്തിട്ടാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പറയുമ്പോൾ രാഷ്ട്രീയം പറയുവാണെന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന മനുഷ്യരുണ്ടെങ്കിൽ, കടുത്ത രാഷ്ട്രീയ പക്ഷപാതം ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ.